ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഏകദേശം ഒരു 10 ദിവസം നിർത്താത്ത മഴയായിരുന്നു. ഇന്നെന്തായാലും ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇന്ന് 1-ാം തീയതിയാണ്, ജൂൺ 1-ാം തീയതിയാണ്. അപ്പം ഞാൻ സാധാരണ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1-ാം തീയതിയും 15-ാം തീയതിയാണ് ഞാൻ എൻ്റെ കൃഷികൾക്ക് വളം ചെയ്യുന്നതെന്ന്. അപ്പം മഴയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്ന വളം നമ്മളെ അടുക്കള വേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സ്ലറിയാണ് ഇന്ന് കൊടുക്കുന്നത്. 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് നമ്മുടെ ചാണക സ്ലറിയുമാണ് കൊടുക്കാറ്. അപ്പം മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് അടുക്കള മാലിന്യത്തിൻ്റെ സ്ലറി വേർതിരിച്ചെടുക്കുന്നത്. ഇത് വന്നിട്ട് 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഈ മുകളിലിരിക്കുന്ന ബക്കറ്റിൽ അടിഭാഗത്ത് ഞാൻ അടുപ്പിച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഹോൾസ് ഇട്ടിട്ട് അടുക്കള മാലിന്യം ഇതിൻ്റെ മുകളിൽ വയ്ക്കും. താഴെ ഹോളില്ലാത്ത നല്ലൊരു ബക്കറ്റ്. ഈ കമ്പ് കുത്തി വെച്ചിരിക്കുന്നത് ഇതെന്നറിയാമോ? വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ടൈറ്റായിട്ട് എറിവി പോകാൻ പാടില്ല. എറിവി പോയി കഴിഞ്ഞാൽ പിന്നെ വലിച്ചൂരി എടുക്കുന്നത് ഒരു സാഹസമായിരിക്കും. അപ്പോൾ അത് വരെ ഇരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ദാണ്ട ഈ ഒരു ചെറിയൊരു ഇത് വെച്ച് ഞാനിതിങ്ങനെ മൂടി വയ്ക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം കുറച്ച് സമയം തുറന്ന് തന്നെ വയ്ക്കും. തുറന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് മറ്റേ ഈച്ചകൾ വന്നിട്ട് മുട്ടയിട്ട് ഇഷ്ടം പോലെ പുഴുക്കളുണ്ടാകും. പെട്ടെന്ന് ഇത് കമ്പോസ്റ്റ് ആവാനും ഈർപ്പം നഷ്ടപ്പെട്ട് നല്ലൊരു വളമാവാനും സഹായിക്കും. ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ മഴയാണ്. നമുക്കിതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്ലറി നീക്കം ചെയ്ത സാധനങ്ങൾ, അതായത് ഇതുപോലെ ട്രമ്മിലാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെയും ട്രമ്മുകളിലുണ്ട്. അപ്പോൾ മഴ കുറച്ചൊന്ന് മാറി നിൽക്കുമ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മണ്ണിൽ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കരിയില കമ്പോസ്റ്റും ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ എല്ലാ മൂടുകളിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തഴച്ചു വളരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവരാണെങ്കിൽ ഞാൻ എത്ര നാളായി ഈ ഫുഡ് പ്ലാന്റുകൾ വെച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെൻ്റെ ബുഷ് ഓറഞ്ചാണ്, നിറയെ കായ്കൾ പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ വിശദമായിട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.